ഡൽഹിയിൽ രാവിലെ രാത്രി എന്നൊന്നുമില്ല. കാലത്ത് 9 മണിക്കും രാത്രി 10 മണിക്കും താപനില 40-ന് മുകളിൽ തന്നെയുണ്ട്. ഉച്ചനേരത്ത് അത് 50-നോടടുക്കുന്നു. ജൂൺ പകുതി കഴിഞ്ഞു. മഴ എവിടെയെന്ന് ഓരോ ഡൽഹിവാസിയെ പോലെ ഞാനും ഉറ്റുനോക്കുന്നു. എന്നാൽ അടുത്ത 5 ദിവസത്തേക്കും കടുത്ത ചൂട് മുന്നറിയിപ്പാണ്. ജൂണിൽ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതിനും 6 ഡിഗ്രി കൂടുതലാണ് താപനില. ജീവൻ എടുക്കുന്നുണ്ട് ചൂട്. 2 ദിവസത്തിനിടെ ഉത്തരേന്ത്യയിൽ മരണം 60-നോടടുക്കുന്നു. ജനജീവിതത്തെയും ഗതാഗതത്തെയും പക്ഷിമൃഗാദികളെയും എല്ലാം വെണ്ണീറാക്കുന്നു അഗ്നി. സൂര്യതാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് മുൻഗണന നൽകണം. നല്ല ചൂടാണ്. 24 മണിക്കൂറും വേർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂടാവി ഇങ്ങനെ പാറുന്നത് കാണാം. രാത്രി ഉറക്കമൊക്കെ വേർത്ത് കുളിച്ചിട്ട് തന്നെ ഉറങ്ങാം. AC ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഭയങ്കര ചൂടാണ്. പണ്ടത്തേനെയും വെച്ച കാലാവസ്ഥ മാറ്റം നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട് ഡൽഹി ഈ ഭാഗത്തുകളിലൊക്കെ. ഇവിടെ വിൻ്ററായ പൊല്യൂഷൻ, ഈ സമയത്താണെങ്കിൽ നല്ല ചൂട്. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡൽഹിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ 45 പേരാണിപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗവും സർവകാല റെക്കോർഡിലാണ്. രാജ്യ തലസ്ഥാനത്ത് മൺസൂൺ ആവാനായിട്ടുണ്ട്. പക്ഷേ ജലക്ഷാമം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. കടുത്ത ചൂടിനൊപ്പം ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള പൊടിക്കാറ്റ് ആളുകളെ ദുരിതത്തിലാഴ്ത്തുന്നു. ടാങ്കർ മാഫിയ ആരോപണങ്ങൾക്കിടയിലും രാഷ്ട്രീയ പഴിചാരലുകൾക്കിടയിലും ജലക്ഷാമം ഗുരുതരമായി തന്നെ തുടരുന്നു. കടുത്ത ജലക്ഷാമം ആളുകളെ ടാങ്കറുകൾക്ക് പിന്നാലെ അലയാൻ കാരണമാക്കുന്നു നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളടങ്ങിയ രാജ്യ തലസ്ഥാനത്ത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പി താമരൻ, മാതൃഭൂമി ന്യൂസ്.